പ്രത്യേകതയുള്ള ദിനമാണ്. കാരണം രണ്ട് കൂദാശകളാണ് ഈ ഒരു ദിനത്തില് കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ചത്. ഏതൊക്കെയാണ് ആ കൂദാശകൾ? ഏതൊക്കെ? വിശുദ്ധ കുർബാനയും പൗരോഹിത്യം. അങ്ങനെ രണ്ട് കൂദാശകള് കർത്താവ് സ്ഥാപിച്ചു. അതോടൊപ്പം പുതിയൊരു കൽപ്പന നമുക്ക് നൽകുകയും ചെയ്ത്. ഏതാണ് കൽപ്പന? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. പ്രിയമുള്ളവരെ, ഈ രണ്ട് കൂദാശ സ്ഥാപനം നമ്മെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ളവയാണ്. അതില് ആദ്യത്തെ കൂദാശ എന്ന് പറയുമ്പോൾ പൗരോഹിത്യം എന്ന കൂദാശ. ഈ ഒരു കൂദാശ എപ്പോഴും കർത്താവിന്റെ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കൂദാശയാണ്. അതുകൊണ്ട് തന്നെ പൗരോഹിത്യം എപ്പോഴും ശുശ്രൂഷയുടെ ഒരു കൂദാശയാണ്. ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഓരോ പുരോഹിതരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നാം എല്ലാവരും പൊതു പൗരോഹിത്യത്തിലെ അംഗങ്ങളാണ്. എങ്ങനെയാണ് നാം പൊതു പൗരോഹിത്യത്തിലെ അംഗങ്ങളായി തീരുന്നത്? എങ്ങനെയാണ്? ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ നാം എല്ലാവരും പൊതു പൗരോഹിത്യത്തിലെ അംഗങ്ങളായി തീരുന്നു. ഇത്തരത്തില് പൊതു പൗരോഹിത്യത്തിലെ അംഗങ്ങളായി തീർന്ന ഓരോ വിശ്വാസിയെയും ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ശുശ്രൂഷ പൗരോഹിത്യം നമുക്ക് സ്ഥാപിച്ചു നൽകുന്നത്. എപ്പോഴും നമ്മെ ശുശ്രൂഷിക്കുവാനായിട്ട്, ഏത് സമയത്തും നമ്മെ ശുശ്രൂഷിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗണമാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പുരോഹിതർ എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലാണ് ഓരോ പുരോഹിതനും വിളിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ പുരോഹിതനും ആയിരിക്കുന്നത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ ആയിട്ടുള്ള പ്രസ്ബിറ്റേരോരും ഓർഡിനൻസ്, അല്ലെങ്കിൽ എന്താണ് പ്രസ്ബിറ്റേരോരും ഓർഡിനൻസ് എന്ന് പറയുന്നത്? പൗരോഹിത്യ ശ്രേണി അല്ലെങ്കിൽ പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു പ്രമാണരേഖയില് 3 കാര്യങ്ങളാണ് ഒരു പുരോഹിതൻ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 3 ദൗത്യങ്ങൾ. ഈ 3 ദൗത്യത്തില് ഊന്നിയിട്ടുള്ളതായിരിക്കണം എപ്പോഴും പൗരോഹിത്യം എന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസില് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ശുശ്രൂഷകൻ എന്നുള്ളതാണ്. പുരോഹിതൻ എപ്പോഴും ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ദിവ്യബലിയുടെ ഇടയ്ക്ക് ആർക്ക് മാത്രമേ പ്രസംഗിക്കാനായിട്ട് അല്ലെങ്കിൽ ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് അനുവാദമുള്ളൂ? പുരോഹിതന് മാത്രമേ അനുവാദമുള്ളൂ. പിന്നെ ആർക്കുണ്ട്? എനിക്കുണ്ട്. കാര്യം ഞാൻ പൗരോഹിത്യ ശ്രേണിയിൽ വന്നിട്ടുള്ളതാണ്. പുരോഹിതനല്ല, പക്ഷെ പൗരോഹിത്യ ശ്രേണിയിൽ അംഗമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൗരോഹിത്യം ലഭിച്ചിട്ടുള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ആ ശ്രേണിയിൽ അംഗമായിട്ടുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ? ഈ ഒരു ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവവചനം പ്രഘോഷണം എന്ന് പറയുന്നത് പൗരോഹിത്യത്തിന്റെ ഒരു പ്രത്യേക ധർമ്മമായിട്ട് കാണപ്പെടുന്ന ഒരു വസ്തുതയാണ്. ഒരിക്കലും ഒരു ആത്മായ ശുശ്രൂഷയിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല? ഈ ദൈവവചന പ്രഘോഷണം ദിവ്യബലിക്കുള്ളിൽ നടത്താനായിട്ട് സാധിക്കുകയില്ല. അവർക്ക് ഏത് സമയത്ത് നടത്താം? അതിന് പുറമെയുള്ള അവസരങ്ങളിൽ, വല്ല ധ്യാന പ്രസംഗം നടത്തുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് ശുശ്രൂഷകളൊക്കെ നടത്തുന്ന സമയത്തൊക്കെ ഒരു ആത്മായ ശുശ്രൂഷകന് ഈ ദൈവവചന പ്രഘോഷണം നടത്താവുന്നതാണ്. പക്ഷേ കൂദാശകൾക്കുള്ളിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഈ ഒരു ദൈവവചന പ്രഘോഷണം എന്നുള്ള കർമ്മം അവർക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് പൗരോഹിത്യ ശ്രേണിയിൽ ഉൾപ്പെട്ടുള്ളവർക്ക് മാത്രം ഉള്ള ഒരു കർമ്മമാണ്. അടുത്തതായിട്ട് പരിശുദ്ധ കുർബാനയുടെയും മറ്റ് കൂദാശകളുടെയും ശുശ്രൂഷകനാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാനയും മറ്റ് കൂദാശകളും ആർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നതാണ്? ഒരു പുരോഹിതന് മാത്രം ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിൽ എക്സെപ്ഷൻ ഉണ്ട്. ഏത് കൂദാശയാണ്? ജ്ഞാനസ്നാനം എന്ന കൂദാശ. അത് എന്തുകൊണ്ടാണ്? മരണാസന്നതയിലായിരിക്കുമ്പോൾ ഒരു പുരോഹിതൻ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു വ്യക്തിക്ക് ജ്ഞാനസ്നാനം കൊടുക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, പുരോഹിതനെ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് ദൈവജനത്തിന്റെ വഴികാട്ടിയും അധ്യാപകനുമാണ് ഒരു പുരോഹിതൻ എന്ന് പറയുന്നത്.
പുരോഹിതൻ തനിക്ക് ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ വഴിയായിട്ട് ദൈവജനത്തെ പ്രത്യേകമായിട്ട് നയിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു വിളിയിലേക്ക് ഏറെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാവുന്നതുപോലെ രണ്ടാമത്തെ കൂദാശ ഏതാണ്? പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും ഈ ദിവസം തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു നടത്തുന്നത്. ഇനി ഈ രണ്ട് കൂദാശകളും എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പൗരോഹിത്യത്തിനാണ് പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ പരിശുദ്ധ ദിവ്യകാരുണ്യം അർപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ ബലിയർപ്പണം നടത്തുവാനായിട്ട് സാധ്യമാകുന്ന ഒരു ശ്രേണി എന്ന് പറയുന്നത്. യേശു കൗദാശികമായിട്ട് നമ്മുടെ അടുക്കല് ആയിരിക്കുന്നത് ഏത് കൂദാശയിലൂടെയാണ്? പരിശുദ്ധ കുർബാന എന്ന കൂദാശയിലൂടെയാണ്. എപ്പോഴും ഒരു ചെറിയ അപ്പത്തിന്റെ രൂപത്തില് കർത്താവ് നമ്മോടൊപ്പം നമ്മുടെ മുന്നിൽ ആയിരിക്കുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, എളിമപ്പെടുത്തുന്ന അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ താഴ്ത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇപ്രകാരം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം നമുക്കറിയാം, ദൈവം എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താണ്? നമ്മളെക്കാളും ഉന്നതങ്ങളില് അല്ലെങ്കിൽ മാലാഖമാരെക്കാളും മറ്റ് സ്വർഗീയ വൃത്തങ്ങളെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ദൈവം ഏറ്റവും ഉന്നതനാണ്. ദൈവത്തിന് കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇനി ആ ദൈവം തന്നെ നമ്മെ പ്രതി, നമ്മോടുള്ള സ്നേഹത്തെ പ്രതി, നമ്മോടുള്ള കരുണയെ പ്രതി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മുന്നില് ചെറിയൊരു അപ്പകഷണത്തിന്റെ രൂപത്തില് ആയിരിക്കുന്നു. അത്രത്തോളം എളിമപ്പെടുവാനായിട്ട് സാധിച്ച ഒരു ദൈവത്തെയാണ് പരിശുദ്ധ കുർബാനയില് നാം കാണുന്നത്. പരിശുദ്ധ കുർബാനയ്ക്ക് പലപ്പോഴും നാം അത്രയധികം ബഹുമാനം കൊടുക്കാറില്ല എന്നുള്ളതാണ്. നാം പലപ്പോഴും പരിശുദ്ധ കുർബാനയ്ക്ക് മറ്റു വിശുദ്ധർക്കും എല്ലാം ഒരേ വണക്കം തന്നെയാണ് നൽകുന്നത്, അല്ലേ? നമ്മളെവിടെ പോയാലും ഞാൻ എവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നു പറയും, ഈ വിശുദ്ധന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു പറയും. പ്രിയമുള്ളവരെ, ഒരിക്കലും വിശുദ്ധന്റെ അടുക്കലല്ല പ്രാർത്ഥിക്കാൻ പോകേണ്ടത്, പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന യേശുവിന്റെ അടുക്കലേക്കാണ്. വിശുദ്ധർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന വ്യക്തികളാണ്. ഒരിക്കലും നാം അവരോടല്ല പ്രാർത്ഥിക്കുന്നത്, പകരം അവര് വഴി കർത്താവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അതോടൊപ്പം പരിശുദ്ധ കുർബാനയ്ക്ക് നാം നൽകേണ്ട കൃത്യമായിട്ടുള്ള വണക്കമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? നൽകേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയിൽ അല്ലെങ്കിൽ സക്രാരിയുടെ മുന്നിലെത്തുന്ന സമയത്ത് ഏറെ പ്രത്യേകമായിട്ട് തിരുസഭ നിഷ്കർഷിക്കുന്ന എന്താണ്? മുട്ടുകുത്തി വണങ്ങണം എന്നുള്ളതാണ്. പക്ഷെ അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? തല മുമ്പിട്ട് വണങ്ങി പോകാം എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെയെങ്കിലും തന്നെയും കർത്താവിനെ കർത്താവിനോട് കൂടുതൽ ആരാധന പ്രകടിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവത്തെ അല്ലെങ്കിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിനെ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്നത്തെ ദിവസത്തിലെ മറ്റൊരു കർമാനുഷ്ഠാനമാണ് നമുക്കറിയാവുന്നതുപോലെ പാദശാളന ശുശ്രൂഷ എന്ന് പറയുന്നത്. ഈ നമ്മൾ നേരത്തെ കണ്ട രണ്ട് കൂദാശകളുടെയും അർത്ഥം ഒന്ന് തന്നെയാണ്: എളിമ. ആ എളിമപ്പെടുത്തലിനെ കൃത്യമായിട്ട് ക്രിസ്തു കാണിച്ചു തരുന്നതാണ് ഇന്നത്തെ ഈ ഒരു പാദശാളന ശുശ്രൂഷയിലൂടെ. തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ആ ഒരു ശുശ്രൂഷയുടെ മനോഭാവം ക്രിസ്തുനാഥൻ നമുക്ക് കാട്ടിത്തരികയാണ്. നമുക്കറിയാവുന്നതുപോലെ പണ്ടുകാലത്ത് ആരെങ്കിലുമൊക്കെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് യഹൂദരുടെ ഇടയിൽ ഇപ്രകാരം ഒരു കർമ്മം ഉണ്ടായിരുന്നു. അവര് വരുന്ന വ്യക്തിയെ അല്ലെങ്കിൽ അതിഥിയെ തങ്ങളുടെ ശുശ്രൂഷകന്മാരെ വിട്ട് അല്ലെങ്കിൽ അടിമകളെ വിട്ട് എന്ത് ചെയ്യുമായിരുന്നു? കാല് കഴുകിയിട്ട് വീടിനുള്ളിലേക്ക് സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു അടിമ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ക്രിസ്തുനാഥൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ അത്രത്തോളം തന്നെ താഴ്മയുള്ളവരായിട്ട് തീരണം എന്നുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു സന്ദേശം നമുക്ക് നൽകുന്ന ക്രിസ്തുനാഥൻ. പ്രിയമുള്ളവരെ, നമുക്ക് പരസ്പരം കാലുകൾ കഴുകാനായിട്ട് സാധിച്ചില്ല എങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തുകൊണ്ട് ഈ ഒരു ശുശ്രൂഷയുടെ മനോഭാവം നാം നൽകേണ്ടതുണ്ട്. നമ്മുടെ വെളിയിൽ ഒരു ക്രിസ്ത്യാനിയോടുള്ള നിലയ്ക്ക് ഈ ഒരു എളിമപ്പെടുത്തലിന് വേണ്ടിയിട്ടുള്ളതാണ്.
അതിന് നമുക്ക് ഏറ്റവും മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യകാമറിയം. ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടുവാനായിട്ട് അവർക്ക് സാധിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ എളിമപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് ഈ ദിവ്യബലിയിൽ പ്രത്യേകിച്ച് കർത്താവിന്റെ ഈ ഒരു ഓർമ്മയാചരണം നടക്കുന്ന വേളയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.